ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. ആദി കീർത്തനം ഭാഗം 20. എനിക്കും പൊന്നുവിനും നേരെ അവിടെ കഴുകം കണ്ണുകൾ നീണ്ടു തുടങ്ങി. വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും അവർ എന്റെ ശരീരത്തെ കൊത്തിവലിച്ചു. എങ്ങനെയൊക്കെയോ ഞാൻ പിടിച്ചു നിന്നു. എന്നാൽ ഇതെല്ലാം കണ്ടിട്ടും ആ സ്ത്രീയും അവരുടെ മകളും ഒരു വാക്കുകൊണ്ട് പോലും അവരെ എതിർക്കാതെ നിന്നു. അവരുടെ മൂത്താങ്ങളെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാൻ അവർ ആവുന്നത് ശ്രമിച്ചു. കിടപ്പിലാണെങ്കിലും അച്ഛനും മറ്റു ബന്ധുക്കളും അതിനെ ശക്തമായി എതിർത്തു. പിന്നെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് മാത്രമായി ചിന്ത. കഷ്ടപ്പെട്ട് പഠിച്ചു. പക്ഷേ അന്ന് നീ എന്നോട് മോശമായി പെരുമാറിയ ദിവസം എന്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞു. കൂടി നിന്ന കുട്ടികളിൽ ആ സ്ത്രീയുടെ മകളുമുണ്ടായിരുന്നു, വാണി. അവൾ ചെന്ന് പറഞ്ഞു കൊടുത്തു, എല്ലാവരെയും വിശ്വസിപ്പിച്ചു. ബന്ധുക്കളും നാട്ടുകാരും, എന്തിന് എന്റെ അച്ഛൻ പോലും ഞാൻ നശിച്ചുപോയെന്ന് കരുതി. അവൾ പറഞ്ഞു പരത്തിയതും അതുപോലെയായിരുന്നു. എന്നെയും എന്റെ കാമുകരെയും ഒഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് പിടിച്ചുവെന്ന് ഒരുപാട് ഞാൻ കരഞ്ഞു. അച്ഛനെയും ബന്ധുക്കളെയും കാല് പിടിച്ച് അപേക്ഷിച്ചു. പക്ഷെ ആരും വിശ്വസിച്ചില്ല. എല്ലാവരും എന്നെ അറപ്പോടെയും വെറുപ്പോടെയും നോക്കി, ആട്ടിയകറ്റി. അവസരം മുതലാക്കി ആ ഒരു ദിവസം മുഴുവൻ ആ സ്ത്രീ എന്നെ പല രീതിയിൽ ഉപദ്രവിച്ചു. ദേഹത്ത് പലയിടത്തും മുറിഞ്ഞ് ചോര വരുമ്പോഴും ഒരിറ്റു കണ്ണിന് എന്നിൽ നിന്നും വന്നില്ല. കാരണം ദേഹത്തെ നോവിനേക്കാൾ കൂടുതലായിരുന്നു എന്റെ മനസ്സിന്റെ നോവ്. സത്യം അന്വേഷിക്കാൻ പോലുമുള്ള കരുണ പോലും ആരും എന്നോട് കാണിച്ചില്ല. ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായി ഭാർഗവനുമായുള്ള എന്റെ കല്യാണമായിരുന്നു. വഴി പിടിച്ച മകളെ സ്വീകരിക്കാൻ അയാൾ തയ്യാറായി വന്നപ്പോൾ എന്റെ അച്ഛൻ പോലും അയാളെ ദൈവദൂതനെ പോലെ കണ്ടു. അയാളുടെ സ്വഭാവ വൈകല്യം എല്ലാം എന്റെ അച്ഛൻ മനഃപൂർവ്വം മറന്നതായി നടിച്ചു. എന്റെ സമ്മതം പോലും ചോദിക്കാതെ എന്നെ അയാൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. നിനക്കൊരു കാര്യം അറിയോ ആദി? കല്യാണ മണ്ഡപത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതുമായ ഒരു കാര്യമേ ഉള്ളൂ. സത്യം മനസ്സിലാക്കി നീയൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന്. എനിക്ക് ഉറപ്പായിരുന്നു സത്യം അറിഞ്ഞാൽ നീ എന്റെ അടുത്തേക്ക് ഓടി വരുമെന്ന്. എല്ലാവരോടും സത്യം വിളിച്ചു പറയാനുള്ള ധൈര്യം നീ കാണിക്കുമെന്ന്. പക്ഷെ നീ വന്നില്ല. അതോടെ പൂർണ്ണമായും എന്റെ മനസ്സ് ചത്തു. കിച്ചു പറഞ്ഞതും ആദി തന്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു. അവന്റെ കൺകോണിലൂടെ കണ്ണുനീർ ഒഴുകിയിറങ്ങി. കിച്ചു തുടർന്നു. കൈ പിടിച്ചു കൊടുക്കാൻ നേരവും അച്ഛൻ എന്നെ ഒന്ന് നോക്കുക കൂടി ചെയ്തില്ല. അതിനേക്കാൾ എന്നെ വിഷമിപ്പിച്ചത് അച്ഛൻ പറഞ്ഞ വാക്കുകളായിരുന്നു. ഞാനോ പിഴച്ചുപോയി. ഇനി ഒരിക്കലും അച്ഛന്റെ 2 മക്കളുടെ ജീവിതം നശിപ്പിക്കാൻ ആ വീട്ടിലേക്ക് ചെല്ലരുത് എന്ന്. അച്ഛന്റെ മനസ്സിൽ ഈ മകൾ മരിച്ചുപോയെന്ന്. ആകെ ഒരു മരവിച്ച അവസ്ഥയിലായിരുന്നു ഞാൻ. എനിക്ക് ചുറ്റും നടക്കുന്നത് എന്താണെന്ന് പോലും അറിയാതെ. എല്ലാം എന്റെ വിധിയാണെന്ന് കരുതി ആശ്വസിക്കാൻ ശ്രമിച്ചു. പക്ഷേ കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി, ആ രാത്രി ഓർമ്മ വന്ന പോലെ അവൾ ആകെ വെട്ടിവിയർത്തു. അവളിലെ മാറ്റം അറിഞ്ഞ ആദി നിലത്തിരിക്കുന്ന അവളുടെ കൈപ്പത്തിക്ക് മേലെ തന്റെ കൈ അമർത്തി വെച്ചു, ഒരു ആശ്വാസത്തിനെന്ന പോലെ. ഒരു പെണ്ണിനും സഹിക്കാവുന്നതിലും അപ്പുറമാണ് എന്റെ ജീവിതത്തിൽ അന്ന് സംഭവിച്ചത്. കേറി ചെന്ന വീട്ടിൽ അയാൾ അനിയനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രി വരെ ഞാൻ ആ വീട്ടിലെ ഒരു മുറിയിൽ ഒതുങ്ങിക്കൂടി. രാത്രിയായതും റൂമിന് പുറത്ത് ബഹളം കേട്ടാണ് ഞാൻ ഇറങ്ങിച്ചെന്നത്. അവിടെ അയാൾ അനിയനും കൂടി വഴക്കിടുകയായിരുന്നു. എന്റെ കഴുത്തിൽ താലി ചാർത്തിയവൻ എന്റെ ശരീരം 20 ലക്ഷത്തിന് ഒരു മാർവാടിക്ക് വിറ്റെന്ന് ഞാൻ കേട്ടു. അത് കേട്ടു നിന്ന എന്റെ അവസ്ഥ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു പോയാൽ മതി എന്ന് തോന്നിപ്പോയാതി. എന്നെ വിൽക്കാനായി പറഞ്ഞുറപ്പിച്ച പൈസയിൽ നിന്ന് പങ്ക് തനിക്കും കിട്ടണം എന്ന വാദത്തിലായിരുന്നു അയാൾ അനിയൻ. അവസാനം തർക്കം മൂത്ത് കയ്യങ്കളിയായി. സ്വന്തം അനിയന്റെ കൈകൊണ്ട് തന്നെ ചേട്ടന്റെ മരണം കുറിച്ചു. എല്ലാം കണ്ട് വെറുങ്ങലിച്ചു നിന്ന എന്നെ ലക്ഷ്യമാക്കി അയാൾ നടന്നു വന്നു. പിടി വീഴുന്നതിന് മുന്നേ
ബഹളം കേട്ട് ഓടി വന്ന ആളുകൾ അയാളെ പോലീസിൽ ഏൽപ്പിച്ചു. പോകുന്നേരം അയാൾ പറഞ്ഞിരുന്നു, എത്ര കൊല്ലം കഴിഞ്ഞാണെങ്കിലും അയാൾ എന്നെ കണ്ടുപിടിക്കുമെന്ന്. അയാൾക്ക് എന്നെ വേണമെന്ന്. മതിയാവോളം ആസ്വദിച്ച് അയാൾ എന്നെ തെരുവിലേക്ക് വലിച്ചെറിയുമെന്ന്. എന്നാൽ അച്ഛൻ എന്റെ ഒപ്പം നിൽക്കുമെന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അവിടെയും ആ സ്ത്രീ എന്നെ മോശക്കാരിയാക്കി. മണിയറയിൽ ഭർത്താവിന് പകരം അയാളുടെ അനിയനെ വിളിച്ചു കയറ്റിയവളാക്കി. മുന്നേ നടന്ന പ്രശ്നങ്ങളും അവരുടെ വാക്കുകളും കൂടി വായിച്ച് എല്ലാവരും എന്നെ വേശ്യയായി മുദ്രകുത്തി. എന്റെ അച്ഛൻ മോൾ ഒരു വേശ്യയാണെന്നറിഞ്ഞ് ചങ്കു പൊട്ടി മരിച്ചു. അതിനും എല്ലാവരും എന്നെ ശപിച്ചു. ആ രാത്രി ഒരു പെണ്ണാണെന്ന പരിഗണന പോലും തരാതെ ആ സ്ത്രീയും എന്റെ ബന്ധുക്കളും എന്നെ ഇറക്കി വിട്ടു. ഒരു ഡ്രസ്സോ എന്റെ സർട്ടിഫിക്കറ്റോ ഒന്നും എടുക്കാൻ അവർ സമ്മതിച്ചില്ല. ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിരുന്ന പൊന്നു ഒന്നും അറിഞ്ഞിരുന്നില്ല. രാത്രിക്ക് രാത്രി അവളെയും കൂട്ടി അവിടെ നിന്ന് ലക്ഷ്യമില്ലാതെ നടന്നു. അച്ഛന്റെ കൂട്ടുകാരനായിരുന്ന ദാസേട്ടൻ ഞങ്ങളെ വഴിയിൽ വെച്ച് കണ്ട് കൂടെ കൂട്ടി. എല്ലാം അറിഞ്ഞപ്പോൾ പറ്റാവുന്ന സഹായമെല്ലാം ആ മനുഷ്യൻ ചെയ്തു തന്നു. അന്നു മുതൽ പലരുടെയും അടുക്കളപ്പുറത്തായി എന്റെ ജീവിതം. പക്ഷേ വാശിയായിരുന്നു. പൊന്നുവിനെങ്കിലും നല്ല നിലയിൽ എത്തിക്കണം എന്ന വാശി. അന്ന് ജയിലിൽ പോയ രാഘവൻ ഇപ്പോഴാണ് ഇറങ്ങുന്നത്. അയാൾ ഇപ്പൊ അന്വേഷിച്ചു വന്നത് ഞങ്ങളെ തകർക്കാനാണ്. ഒരു നിമിഷം പറഞ്ഞു നിർത്തി കിച്ചു ആദിയെ നോക്കി. നിറഞ്ഞിരിക്കുന്ന അവന്റെ കണ്ണുകൾ കാണുകെ അവൾക്ക് അതിശയമായിരുന്നു. എന്തിനു വേണ്ടിയാണ് ഈ കണ്ണുകൾ നിറയുന്നത്? ആർക്കു വേണ്ടി? മൗനം അവർക്കിടയിൽ തളം കെട്ടി നിന്നു. രണ്ടുപേരും അവരുടേതായ ലോകത്തായിരുന്നു. ആദി താൻ കാരണം കിച്ചു അനുഭവിച്ച ദുഃഖങ്ങൾ ആലോചിക്കും തോറും അവന്റെ മനസ്സ് നീറിപ്പുകഞ്ഞു. മറുവശത്ത് കിച്ചു, ഞാൻ എല്ലാം പറഞ്ഞു ആദി, എന്നെപ്പറ്റി എല്ലാം. പക്ഷേ ഒരിക്കൽ എന്റെ ജീവന്റെ ജീവനായി കണ്ട നിന്നെപ്പറ്റിയും എനിക്ക് നിന്നോടുള്ള പ്രണയത്തെപ്പറ്റിയും നീ ഒരിക്കലും അറിയില്ല. ഞാൻ പറയില്ല. അത് നീ ഒരിക്കലും അറിയാൻ പാടില്ല. അന്നും ഇന്നും നിന്നെ പ്രണയിക്കാനുള്ള അർഹത എനിക്കില്ല. അതുകൊണ്ട് എന്റെ പ്രണയം എന്നോടുകൂടി മണ്ണടിയട്ടെ. നിനക്ക് നല്ലൊരു ജീവിതമുണ്ടാവണം. പൊന്നുവിനെ നല്ല നിലയ്ക്ക് എത്തിക്കണം. അതുമാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കിച്ചു. ആദിയുടെ ആർദ്രമായ വിളി അവളെ ഉണർത്തി. വേണ്ട ആദി, സഹതാപം എനിക്ക് ആവശ്യമില്ല. ശരിയാണ്, നീ കാരണം ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആവാൻ നീയും ഒരു കാരണമാണ്. പക്ഷേ നിന്നേക്കാൾ കൂടുതൽ അതിൽ പങ്കുള്ളവർ ഉണ്ട്. ഇപ്പോഴും എന്നെ ഉപദ്രവിക്കാനായി നടക്കുന്നുമുണ്ട്. ഇന്ന് പൊന്നുവിനരികിൽ എത്തിയവർ നാളെ എന്റെ അടുത്തും എത്തും. അവരുടെ കയ്യാൽ മരിക്കാൻ എനിക്ക് ഭയമില്ല. പക്ഷേ എന്റെ പൊന്നുവിന് ആരുമില്ലാതെയാകും. അത് പാടില്ല. അവളെ ഒരു നിലയ്ക്ക് എത്തിക്കുന്നതുവരെ അവരിൽ നിന്നും ഓടി ഒളിച്ചേ പറ്റൂ എനിക്ക്. അതുകൊണ്ട് കഴിഞ്ഞതൊന്നും നീ ആലോചിക്കേണ്ട. അതിനെ പറ്റിയൊന്നും ഇനി ഒരിക്കലും എന്നോട് സംസാരിക്കുകയും വേണ്ട. ഞാൻ ആദിയുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആളെന്ന പരിഗണന മാത്രം മതി എനിക്ക്. എത്രയും പെട്ടെന്ന് ഞാൻ അവിടെ നിന്നും പോവുകയും ചെയ്യും. കിച്ചു പറഞ്ഞതും ആദി അവളെ നോക്കി. കിച്ചു, എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ചെയ്ത തെറ്റ് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ മനസ്സിലാക്കിയതാണ്. അവന്മാർ തന്നെ അന്ന് അതൊക്കെ ഏറ്റുപറഞ്ഞിരുന്നു. അന്ന് തൊട്ട് ഉരുക്കി തുടങ്ങിയതാണ് ഞാൻ. ഇന്ന് എല്ലാം അറിഞ്ഞപ്പോൾ മനസ്സിലാക്കുന്നു, ഒരിക്കലും നിനക്കെന്നോട് പൊറുക്കാൻ പറ്റില്ല എന്ന്. ഞാൻ മാർപ്പ് അർഹിക്കുന്നില്ല. നീ പറഞ്ഞത് ശരിയാണ് കിച്ചു. നിന്റെ ജീവിതം തകർത്തത് ഞാനാണ്. കുറ്റബോധത്താൽ അവന്റെ തല കുനിഞ്ഞു. പോവാ മതി, വീട്ടിൽ അന്വേഷിക്കും. അവൻ സങ്കടപ്പെടുന്നത് കണ്ടപ്പോൾ എന്തോ അവളുടെ നെഞ്ചു നീറി. എന്നാൽ അവനോട് പൂർണ്ണമായി ക്ഷമിക്കുവാനും അവളുടെ മനസ്സ് സമ്മതിച്ചില്ല. തിരിച്ചുള്ള യാത്രയിൽ അവർ രണ്ടുപേരും മൗനമായിരുന്നു. എന്നാൽ ആദ്യ മനസ്സിൽ പല കാര്യങ്ങളും ഉറപ്പിക്കുകയായിരുന്നു. രാഘവൻ അയാളുടെ കയ്യിൽ നിന്നും കിച്ചുവിനെയും പൊന്നുവിനെയും
രക്ഷിക്കണം. അതിന് അയാൾ കൊല്ലണമെങ്കിൽ അങ്ങനെ. ഇനിയും അവൾ സങ്കടപ്പെട്ടുകൂടാ. അവളുടെ മുടങ്ങിയ പഠിപ്പ് തുടരാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് പൊന്നുവിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. പിന്നെ എന്നെങ്കിലും കിച്ചുവിന് തന്നോട് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ അവളെ എന്നേക്കുമായി കൂടെ കൂട്ടണം. അതല്ല ക്ഷമിക്കാൻ കഴിയില്ലെങ്കിൽ അവളെ ശല്യപ്പെടുത്താതെ ഒരു നിഴലായി കൂടെ ഉണ്ടാവണം. ആദ്യം ഉറപ്പിച്ചു. എവിടെയായിരുന്നു മോളെ നീ? പേടിച്ചു പോയല്ലോ. അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ ഞാനും മഞ്ജു കുറെ അന്വേഷിച്ചു നിന്നെ ഇവിടെ. വിളിച്ചപ്പോൾ ഫോൺ ഇവിടെ നിന്നും കിട്ടി. വീട്ടിലെത്തിയതും ദേവകി കിച്ചുവിന്റെ അടുത്തേക്ക് പരിഭ്രമത്തോടെ വന്നുകൊണ്ട് ചോദിച്ചു. അമ്മയോട് എന്തു പറയും എന്നറിയാതെ കിച്ചു കുഴങ്ങി. അവൾക്ക് പെട്ടെന്ന് തല കറങ്ങി. അമ്മേ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ട്രിപ്പ് ഇട്ടു. അവൾ എന്നോട് വിളിച്ചു പറയാൻ പറഞ്ഞതാ, ഞാൻ മറന്നു. കിച്ചുവിനെ നോക്കാതെ അത്രയും പറഞ്ഞ് ആദ്യ റൂമിലേക്ക്. അയ്യോ മോളെ, എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട്? മോള് വാ, അമ്മ ഭക്ഷണം തരാം. ഇത്രയും സ്നേഹനിധിയായ അമ്മയോട് നുണ പറഞ്ഞതിൽ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. പക്ഷേ സത്യം പറയാനും വയ്യ. പൊന്നുവിന്റെ അടുത്ത് രാഘവൻ എത്തി എന്നറിഞ്ഞാൽ അമ്മ ഭയക്കും. വെറുതെ താനായി ടെൻഷൻ കൊടുക്കണ്ട, കിച്ചു ഓർത്തു. കുറവുണ്ടമ്മേ, ഞാനൊന്ന് കിടക്കട്ടെ, ഭക്ഷണം പിന്നെ കഴിക്കാം. അധികം അവർക്ക് മുഖം കൊടുക്കാതെ അവൾ റൂമിലേക്ക് പോയി. നീയും നിന്റെ ചേച്ചിയും എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാമെന്ന് കരുതിയോ? വിടില്ലടി. പൊന്നുവിന്റെ മുടിയിൽ കുത്തിപ്പിടിച്ച് രാഘവൻ അലറി. നിന്നിലൂടെ അവളെ ഞാൻ എന്റെ അടുത്ത് വരുത്തും. അവൾ ഇപ്പൊ ഉള്ള സ്ഥലത്തേക്ക് എന്റെ പിള്ളേര് പോയിട്ടുണ്ടായിരുന്നു. നിനക്കറിയോ, അവളിപ്പോ വലിയ വീട്ടിലെ ഒരു ചെക്കന്റെ സെറ്റപ്പായിട്ട് നിൽക്കുന്നേ. എന്റെ പിള്ളേരുടെ മേത്ത് അവൻ അങ്ങ് കൈവച്ചു. അയാളുടെ വാക്കുകൾ പൊന്നുവിൽ ഞെട്ടലുണ്ടാക്കി. എന്നാൽ അടുത്ത നിമിഷം അത് ദേഷ്യമായി. കാരണം ആരേക്കാൾ കൂടുതൽ അവൾക്ക് അവളുടെ ചേച്ചിയെ അറിയാമായിരുന്നു. ദേഷ്യം വന്നെങ്കിലും ഇപ്പൊ പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയായതിനാൽ അവൾ മൗനം പാലിച്ചു. രാഘവൻ തുടർന്നു. അപ്പോൾ ഞാൻ തീരുമാനിച്ചതാ, അവൾ സ്വയം എല്ലാം ഉപേക്ഷിച്ച് എന്റെ മുന്നിൽ വരണമെന്ന്. അവളെ എന്റെ മുന്നിൽ മുട്ടുകുത്തിക്കാനുള്ള മാർഗമാണ് നീ. നിന്നെയും അവളെ രണ്ടിനെയും ഞാൻ വിൽക്കും. അതിനു മുന്നേ എനിക്ക് നന്നായിട്ടൊന്ന് നിങ്ങളെ കാണണം. കുറെ ആശിച്ചതാ ഞാൻ. ഒരു വഷളൻ ചിരിയോടെ രാഘവൻ പറഞ്ഞു. നിന്റെ ഒരാഗ്രഹവും നടക്കാൻ പോകുന്നില്ലടാ. നിന്റെ മുന്നിൽ തോൽക്കുന്നതിന് ഭേദം മരിക്കുന്നതാ. നിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ സ്വയം ജീവൻ എടുക്കും. ഞങ്ങളുടെ ജീവനില്ലാത്ത ശരീരം മാത്രമേ നിനക്ക് വിൽക്കാനും ആസ്വദിക്കാനും സാധിക്കൂ എന്ന് പറഞ്ഞ് പൊന്നു സർവശക്തിയും എടുത്ത് രാഘവനെ ആഞ്ഞു തള്ളിയതും അയാൾ മലർന്നടിച്ചു വീണുപോയി. അവിടെ നിന്നും അടുത്ത നിമിഷം അയാൾ ചാടി എണീറ്റ് അവളെ മുടി കുത്തിപ്പിടിച്ച് മുന്നിലേക്ക് തള്ളി. നിലത്ത് വീഴും എന്നുറപ്പായപ്പോൾ പൊന്നു കണ്ണുകൾ ഇറുക്കി അടച്ചു. എന്നാൽ താൻ വീഴാതെ ആരോ തന്നെ പിടിച്ചിരിക്കുകയാണെന്ന് തോന്നിയപ്പോൾ പൊന്നു കണ്ണു തുറന്നു. അബി. തന്റെ കണ്ണിലേക്ക് നോക്കി ചിരിച്ചു നിൽക്കുന്ന അബിയെ കണ്ടതും പൊന്നു പകച്ചുപോയി. നീ എന്താ ഇവിടെ? അതേ പകപ്പോടെ അവൾ അവനെ നോക്കി ചോദിച്ചു. എന്തേ, എനിക്കിവിടെ വരാൻ പാടില്ല എന്നുണ്ടോ? ചിരിച്ചുകൊണ്ട് തന്നെ അബി മറുപടി പറഞ്ഞു. എന്തുകൊണ്ടോ അവൻ അവിടെ കണ്ടതും പൊന്നുവിന് വല്ലാത്ത ആശ്വാസം തോന്നി. അവളെ നേരെ നിർത്തി അവളെ അടി കിട്ടിയ കവളിൽ അവൻ മെല്ലെ തലോടി. വേദന കൊണ്ട് അവൾ എരിവ് വലിച്ചു. അത്രയും നേരം അവന്റെ മുഖത്തുണ്ടായിരുന്ന ചിരി മാറി. കണ്ണുകൾ ചുവന്നു. മുഖം കോപത്താൽ വലിഞ്ഞു മുറുകി. എല്ലാം കണ്ട് പകച്ചു നിന്നിരുന്ന ലയയെ അടുത്തേക്ക് വിളിച്ച് പൊന്നുവിനെ അവളുടെ അടുത്തേക്ക് നീക്കി നിർത്തി. അതിനുശേഷം അവന്റെ കണ്ണുകൾ ചെന്നത് രാഘവനിലേക്കായിരുന്നു. അബി ഓടിച്ചെന്ന് രാഘവന്റെ നെഞ്ചത്ത് തന്നെ ചവിട്ടി. അയാൾ അടിതെറ്റി വീണു. പിന്നെ അവിടെ സംസാരമൊന്നും ഉണ്ടായില്ല. ഒരു ഭാഗത്ത് രാഘവനും ഗുണ്ടകളും, മറുഭാഗത്ത് അബിയും അവന്റെ ഒപ്പം വന്ന കോളേജ് പിള്ളേരും. കുറെ കഴിഞ്ഞപ്പോൾ ആകെ ചോരയൊലിച്ച് അവശനായി കിടക്കുന്ന രാഘവനെയും അയാളുടെ ഗുണ്ടകളെയും എല്ലാവരും കണ്ടു. ഇനി മേലാൽ ഇവളെ നീ ഉപദ്രവിക്കാൻ വന്നാൽ ജീവനോട് വെച്ചേക്കില്ല നിന്നെ ഞാൻ.
അയാൾക്കടുത്ത് വന്ന് മുട്ടുകുത്തിയിരുന്നു കൊണ്ട് അബി പറഞ്ഞു, എടുത്തോണ്ട് പോടാ അയാളെ. അബി അലറിയതും അവശനായ അയാളെയും എടുത്തുകൊണ്ട് അയാളുടെ കൂട്ടാളികൾ സ്ഥലം വിട്ടു. അബിയോട് ചോദിക്കാൻ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആദ്യം കിച്ചുവിനെ വിളിച്ച് താൻ ഓക്കെയാണെന്ന് പറയണമെന്ന് പൊന്നു കരുതി റൂമിലേക്ക് എത്തി ഫോൺ എടുത്ത് അവളെ വിളിച്ച് വിവരം പറഞ്ഞു. തിരിച്ചു വന്ന് അബിയെ നോക്കിയെങ്കിലും അവൻ അവിടെ നിന്നും പോയിരുന്നു. ലയയോട് ചോദിച്ചപ്പോൾ അവളല്ല അവനെ വിളിച്ചത് എന്ന് പറഞ്ഞു. എന്തു തന്നെയായാലും അവനോട് ഒരു നന്ദി പറയണം എന്നവൾ ഉറപ്പിച്ച് കോളേജിലേക്ക് നടന്നു. കോളേജിലെത്തിയതും അവൾ കണ്ടു കൂട്ടുകാർക്കൊപ്പം കളിച്ച് ചിരിച്ച് ഇരിക്കുന്ന അബിയെ. താങ്ക്സ്. അവൻ അടുത്തേക്ക് ചെന്ന് അവൾ പറഞ്ഞു, ഓ, ഇത് പറയാനാണോ താൻ ഇങ്ങോട്ട് വന്നത്? മനസ്സിൽ സന്തോഷം തോന്നിയെങ്കിലും അത് പുറത്തു കാണിക്കാതെ അബി പറഞ്ഞു, അല്ലാണ്ട് പിന്നെ തന്നെ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ തരുമെന്ന് കരുതിയോ? അവളും അതേപോലെ അവന് മറുപടി കൊടുത്തു. ഏത് നേരത്താണോ ഇതിനെയൊക്കെ രക്ഷിക്കാൻ തോന്നിയേ? അവന്റെ വാക്ക് കേട്ട് ഓരോന്ന് ചെയ്ത ഞാനിപ്പോ ആരായി? അവന്റെ വാക്കോ? അപ്പോ ആരെങ്കിലും പറഞ്ഞിട്ടാണോ നീ അങ്ങോട്ട് വന്നത്? സംശയത്തോടെ പൊന്നു അബിയോട് ചോദിച്ചു. ആ, എന്റെ ചേട്ടൻ ആദി. അവനാണ് അയാൾ ഇവിടെ വന്നിട്ടുണ്ടെന്നും നിന്നെ രക്ഷിക്കണമെന്നും എന്നോട് പറഞ്ഞത്. നിന്റെ ചേച്ചി ഇപ്പോ ഞങ്ങളുടെ വീട്ടിലാ. അബിയുടെ വാക്കുകൾ പൊന്നുവിൽ ഞെട്ടലുണ്ടാക്കി. ആദി, ആ പേര് അവളെ അസ്വസ്ഥയാക്കി. കിച്ചു ഉപ്പം നിൽക്കുന്ന വീട്ടിലെ ആരെ പറ്റിയും പൊന്നുവിനോട് പറഞ്ഞിട്ടില്ല. ചോദിക്കുമ്പോഴൊക്കെ ഒഴിഞ്ഞു മാറിയിരുന്നു. ആദി, ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെ ആയിരിക്കുമോ? അതാണോ ചേച്ചി ഒന്നും പറയാത്തേ? ആ ആളാണെങ്കിൽ അവൾ ഒരിക്കലും ആദിയുടെ വീട്ടിൽ നിൽക്കില്ലല്ലോ. അവനെ കാണുന്നത് വെറുപ്പല്ലേ? ഞാൻ അറിയാത്ത എന്തൊക്കെയുണ്ടല്ലോ. ഹലോ, കുറെ നേരമായല്ലോ ആലോചന തുടങ്ങിയിട്ട്. ക്ഷമ നശിച്ച് അബി പറഞ്ഞു. അബി, നിന്റെ ചേട്ടൻ ഡോക്ടറാണോ? അതേലോ, നിനക്കെങ്ങനെ അറിയാത്? ആശ്ചര്യത്തോടെ അവൻ ചോദിച്ചു. അബി, നമുക്കൊന്ന് നിന്റെ വീട്ടിലേക്ക് പോകാം. എനിക്കിപ്പോ തൽക്കാലം ഒറ്റയ്ക്ക് പോകാൻ പേടിയുണ്ട്. എനിക്ക് എത്രയും പെട്ടെന്ന് ചേച്ചിയെ കാണണം. അവളുടെ മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ അബി സമ്മതിച്ചു. പിന്നെ നമ്മൾ ചെല്ലുന്ന കാര്യം വീട്ടിൽ ആരോടും പറയണ്ട. ഗൗരവത്തോടെ അവൾ പറഞ്ഞതും അവന് സംശയം നിറഞ്ഞു. അതെന്താ? കാര്യമുണ്ട്, ഞാൻ പറയാം. ഇപ്പോഴല്ല, നാളെ. ആദ്യം നിന്റെ വീട്ടിൽ എനിക്കെത്തണം. അബി കൂടുതൽ ചോദിക്കുന്നതിന് മുന്നേ പൊന്നു തിരിഞ്ഞു നടന്നു. ഇതെന്ന നാടാ? റേഡിയോ ആണോ എല്ലാം ഇങ്ങോട്ട് മാത്രം പറയാൻ? അബി മനസ്സിൽ കരുതി. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോണം. പൊന്നു, അവൾ ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത് എന്നാണ് ഞാൻ. അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അവൾ എന്തെങ്കിലും പറഞ്ഞാൽ അമ്മയും അച്ഛനും അച്ഛമ്മയും അഞ്ജുവും ഒക്കെ വേദനിക്കും. ഇന്നത്തെ സംഭവത്തിന് ശേഷം അവൾ വൈകാതെ എന്നെ കാണാൻ വരും. ഇവിടെ വന്ന് ആദ്യം കണ്ടാൽ അവൾ എല്ലാ സത്യവും വിളിച്ചു പറയും. അവന്റെ വീട്ടുകാർ അതൊക്കെ അറിഞ്ഞാൽ അവനോട് ദേഷ്യമാവും. വേണ്ട, എന്നെ ചൊല്ലി ആരും ഇനി വിഷമിക്കാതിരിക്കട്ടെ. നാളെ അമ്മയുടെ കാലിലെ പ്ലാസ്റ്റർ വെട്ടും. പിന്നെ ഇവിടെ ഞാൻ നിൽക്കില്ല. ഇനിയും ഒന്നിനും ആദിയെ ആശ്രയിക്കാൻ പാടില്ല. രാഘവൻ, അയാൾ ഇനിയും വരുന്നതിന് മുന്നേ പൊന്നുവിന്റെ കോളേജ് മാറ്റണം. അവളെ എവിടെയെങ്കിലും സേഫ് ആക്കണം. ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ച് കിച്ചു ഉറങ്ങി. എന്നാൽ ആദിക്കത് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. കിച്ചുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും അതിൽ അവനുള്ള പങ്കും എല്ലാം അവനെ കൂടുതൽ അസ്വസ്ഥനാക്കി. അവനും മനസ്സിൽ കുറച്ച് തീരുമാനങ്ങൾ എടുത്തിരുന്നു. അവന്റെയും കിച്ചുവിന്റെയും ജീവിതം വഴി പിരിയാതെ ഒരേ വഴിയിലേക്ക് നയിക്കുവാനായി അവൾ യാത്ര ആരംഭിച്ചിരുന്നു.